അന്ന് നിന്റെ അച്ഛൻ കൃഷ്ണൻ. ഓ, ഇപ്പോഴും എന്റെ അച്ഛൻ കൃഷ്ണൻ തന്നെയാ. ആ കൃഷ്ണൻ, കാട്ടുവള്ളി കൃഷ്ണൻ നിന്റെ മോത്തൊക്കെ പറഞ്ഞ് നീ ചത്താലും മറക്കരുത്. എന്നോട് ആരൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. മോളെ രാധാമണി, സുന്ദരേശ്വരെ പോലെ സുന്ദരനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് നീ കിട്ടില്ല. അയ്യടാ സുന്ദരൻ, കണ്ടാലും മതി. ഇനിയെങ്കിലും ഒരു പെണ്ണിന് ചൊവ്വാദോഷം വരുത്തരുതേ. എത്ര നല്ല കല്യാണാലോചനകളാ വന്നത്, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥര്. എനിക്കിത് വരണം. എന്റെയും ചൊവ്വാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേക്കണത്. എടി നന്ദി വേണോടി, നന്ദി. ഈ ഇങ്ങനെ ദ്രോഹം ചെയ്യരുത് കേട്ടോ. നെഞ്ചില് പെടപ്പ് കയറിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. തിരുമുഖം ആദ്യമായിട്ട് കാണാൻ പോയതല്ലേ, അപ്പോഴേക്കും വന്നു. എനിക്കറിയാം, ആ സൈക്കിളിന്റെ രൂപത്തിൽ വന്നതല്ലേ. അഹമ്മതി കാണിച്ചിട്ട് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു സാരി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച് കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ. ഓഹോ, അങ്ങനെയാണ്. എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. നടു ഒടിഞ്ഞു. എന്റെ ജീവൻ എടുക്കും എല്ലാരും കൂടെ. കൊറേ പെണ്ണുങ്ങൾ വന്ന് കൂടിയിട്ടുണ്ട് എന്റെ കൃഷ്ണൻ നായരെ. ഒരെണ്ണം അടുക്കളയിൽ കാലൂത്തില്ല. തിന്നാ സമയമാകുമ്പോ പറന്ന് വീണ കാണാം. പിന്നെ 3 സീനിയേഴ്സ് ഉള്ളത് ടേപ്പ് റെക്കോർഡും കൊണ്ട് ഇങ്ങനെ നടപ്പാ. ആരുടെ വായിന്ന് എന്താ വീണെന്ന് വെച്ചാ പിടിച്ചെടുക്കാൻ. ആ, ഇതിനകത്തുണ്ടോ? അല്ല, പഴം പുഴുങ്ങിയത് കോലില് കോർത്താലും 3 ആളും കൂടി ഇതിന്റെ മേലെയാ. ഇനി ഞാൻ എവിടെയൊന്ന് നടിയായിക്കാ? നീ നിലത്ത് എവിടെയെങ്കിലും പായ വിരിച്ച് കിടക്കടി. ഞങ്ങള് 3 തള്ളാരല്ലേ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിടക്കണ്ടേ? ഒരൊറ്റ മുറിയിലും ചന്തി വെക്കാനും കൂടി സ്ഥലമില്ല. കിടക്ക് കിടക്ക്, കാലത്ത് വർക്കുള്ളതല്ലേ. എന്നാ ഉറങ്ങാം. നമുക്ക് രണ്ടാക്കും നിർമ്മാലത്തിന് മുമ്പ് ഉണരണ്ടല്ലേ. അമ്മയെ കരയിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. എനിക്ക് വയ്യ ഇത്. പാടില്ല. ആ അമ്മയുടെ കണ്ണീരിനേക്കാ മഹത്വമൊന്നുമില്ല ഈ പെണ്ണിന്. കലാവണിയെ, രാവിലെ പോയി നെല്ലിപ്പറമ്പിന്ന് പാല് വാങ്ങി വരണം, മറക്കണ്ട. കവറ് പാല് പിടിക്കാത്ത ചിലരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ.